അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു പടക്കം പൊട്ടിക്കും. പടക്കം പൊട്ടുവോ ചീറ്റുവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം തന്നെ പറയാം, ഇതൊരു എക്സ്പെരിമെൻ്റ് വീഡിയോ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇത് പരീക്ഷിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ വയറും കുന്തൊക്കെ കാണുമ്പം ചിലവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലവർക്ക് ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ എടുത്തുള്ളത് 2 വയറ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള 2 വയറിൻ്റെ പീസസാണ്. അപ്പം 2 വയറിൻ്റെ പീസസ് നല്ല രീതിയിൽ അതിൻ്റെ ടിപ്പൊക്കെ കളഞ്ഞിട്ടുള്ള രീതിയിലുള്ള വയറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ ബൈക്ക് വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷണം നടത്താൻ പോകുന്നത്. നമ്മുടെ ബൈക്കിൻ്റെ HD കോയിൽ, അതായത് നമ്മുടെ സ്പാർക്ക് പ്ലഗിലേക്ക് കൊടുക്കുന്ന കോയിലിൽ നമ്മൾ ഈ വയർ കണക്ട് ചെയ്തിട്ട് അതിൽ വരുന്ന സ്പാർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പടക്കം പൊട്ടിക്കാൻ പറ്റുമോ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലഗ് അഡാപ്റ്റർ റിമൂവ് ചെയ്തെടുക്കുക. സ്പാർക്ക് പ്ലഗിൽ നിന്ന് പ്ലഗ് അഡാപ്റ്റർ റിമൂവ്. അതിനുശേഷം പ്ലഗ് അഡാപ്റ്റർ നമ്മുടെ HD കോയിലിൻ്റെ വയറിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. അത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ലൂസ് ആൻഡ് ടൈപ്പിൽ തിരിച്ചാൽ നമ്മൾ ഈ പ്ലഗ് അഡാപ്റ്റർ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തെടുത്താൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടിപ്പിലാണ് നമ്മളെ സ്പാർക്ക് വന്ന് അതാണ് നമ്മളെ അഡാപ്റ്റർ വഴി പ്ലഗിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ടിപ്പിലേക്കാണ് നമ്മൾ ഈ വയർ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടിപ്പിൽ വയർ കണക്ട് ചെയ്ത് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്യണം. നമ്മൾ പരീക്ഷിക്കാനായിട്ട് എടുത്തുള്ളത് നമ്മളിപ്പോൾ കാണുന്ന ഈ ചറപറ എന്ന് പറയുന്നൊരു പടക്കമാണ്. അതിപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയാമെന്ന് നമുക്കറിയില്ല. ഏതായാലും നമ്മുടെ നാട്ടിൽ ഇതിന് ചറപറ എന്നാണ് പറയുന്നത്. അപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ ഈ വയറിൻ്റെ ടിപ്പ് നമ്മുടെ ഈ പടക്കത്തിൻ്റെ തിരിയുടെ ഏകദേശം തൊട്ടില്ല, ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മളിപ്പം ഇൻസുലേഷൻ വെച്ച് ടൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പടക്കം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മണ്ണിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. നമ്മളിത് മണ്ണിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇളകാത്ത രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടോ വണ്ടി സ്റ്റാർട്ടാകുമെന്ന്? കാരണം നമ്മൾ പ്ലഗ് അഡാപ്റ്റർ റിമൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എഞ്ചിനിലേക്ക് സ്പാർക്ക് പോകില്ല, സ്വാഭാവികമായിട്ടും വണ്ടി സ്റ്റാർട്ട്. അതിനാണ് ഞാൻ ഈ പൾസർ വണ്ടി ചൂസ് ചെയ്യാനുള്ള കാരണം. മീൻസ് ഇതിന് 2 പ്ലഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്ലഗിലേക്ക് കറണ്ട് പവർ പോകുന്നില്ലെങ്കിലും ഒരു പ്ലഗ് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കും. നിങ്ങൾ സൂക്ഷിച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ടിക് 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 സൗണ്ട് കേൾക്കുന്നുണ്ടോ? അത് നമ്മുടെ സ്പാർക്ക് പുറത്തേക്ക് വരുമ്പോൾ സൗണ്ടാണ്. പക്ഷെ നമുക്ക് ഈ സ്പാർക്കിനെ കാണാൻ പറ്റുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കാരണം അറിയണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും.